ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക വിജയിക്കണമെങ്കിൽ എത്ര വേണം? നമുക്കറിയാം, ഇതിനോടകം തന്നെ 210 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ലോക ചാപ്റ്റർ 1 എന്ന സിനിമയുടെ ബഡ്ജറ്റും പുറത്തു വന്നിരിക്കുന്നു. പലപ്പോഴായി പല സിനിമകളുടെയും അല്ലെങ്കിൽ ഒട്ടുമിക്ക സിനിമകളുടെയും ബഡ്ജറ്റ് അഭ്യൂഹങ്ങളിലൂടെ പോകുമ്പോൾ ഇവിടെ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ അല്ലെങ്കിൽ ഒരു വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം അതിൻ്റെ ബഡ്ജറ്റ് പുറത്തുവിടുന്ന ഒരു കാര്യമുണ്ടായി. വേറെ ഒന്നുമല്ല, തെലുങ്കിലെ സക്സസ് മീറ്റിനിടയിൽ അങ്ങനെ ആ ഒരു കണക്കുകൾ പുറത്തു വരികയാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് 30 കോടിയാണ്. 30 കോടിയിൽ നിന്ന് 300 കോടിയിലേക്ക് കുതിക്കുന്ന ആ ഒരു സിനിമ അത്ഭുതമായി തെലുങ്ക് ലോകം പറയുന്നു. ടൈനി ബഡ്ജറ്റിൽ വന്ന സിനിമയല്ലേ എന്ന്. അപ്പോൾ ദുൽഖറിൻ്റെ മറുപടിയും ഇത് തന്നെയാണ്. നിങ്ങൾക്കിത് ചെറിയ ബഡ്ജറ്റ് ആയിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഇതൊരു വലിയ ബഡ്ജറ്റാണ്. 30 കോടി എന്ന് പറയുന്നത് അത്ര ചെറിയ ബഡ്ജറ്റല്ല. സിനിമ കാശോ കാര്യങ്ങളോ അല്ല, ക്വാളിറ്റിയാണ് നമ്പർ 1. അത് തന്നെയാണ് സിനിമ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ഇത്രത്തോളം കളക്ഷൻ നേടുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സിനിമ വിജയിക്കാൻ എത്ര വേണം എന്നൊക്കെയുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആഗ്രഹമുള്ള ഒരു കാര്യം. ഇതിനിടയിൽ തന്നെ നമുക്കറിയാം ലോകം ഒരു വൻ വിജയമാണ് എന്നുള്ളത്. ഇനി ഒരു സിനിമയുടെ വിജയം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. അതിന് മുന്നോടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളത് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സിനിമ 30 കോടി ബഡ്ജറ്റിൽ, ലോകയല്ല ഏത് സിനിമയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. 30 കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഏറെക്കുറെ 65 കോടിയോളം ഈ സിനിമ നേടണം എന്നുള്ളതാണ്. നോർമലി ഒരു സിനിമ അത് കേരളത്തിൽ, മലയാളത്തിനെ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ റിലീസ് ചെയ്യുന്നു. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, തിയേറ്റർ ഷെയർ, അതെല്ലാം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 50% പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വരുന്നത്. അതിൽ തന്നെ ടാക്സും പോകേണ്ടതാണ്. ടാക്സ് എന്താണ്, അവനവൻ്റെ ഇൻകം ആയതുകൊണ്ട് ആ ഇൻകത്തിൽ നിന്ന് കൊടുക്കേണ്ടതായതുകൊണ്ട് അത് നമ്മൾ 50% എന്ന് തന്നെ പറയാം. അതായത് നിങ്ങൾക്ക് ഒരു 10,000 രൂപ കിട്ടുമ്പോൾ അതിനകത്തിൽ ഒരു 10% നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് കൊടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് കൊടുക്കുന്ന ടാക്സാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇൻകം തന്നെയാണ്, അത് അത്ര ലഭിക്കുന്നതുകൊണ്ടാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ 30 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ഏറെക്കുറെ 65 കോടിയോളം നേടണം എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നമുക്കറിയാം 65 കോടിയും കടന്ന് ഇപ്പോൾ 70 കോടി കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. അപ്പോൾ കേരളത്തിൽ ഈ സിനിമ ഒരു ക്ലീൻ ഹിറ്റ്, അതായത് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് മുടക്ക മുതൽ തിരിച്ചു പിടിച്ച് അതിനേക്കാൾ മുകളിലുള്ള എമൗണ്ടിലേക്ക് വന്നു. അതായത് 50% ഡിസ്ട്രിബ്യൂട്ടർക്ക് പോയി, ബാക്കിയുള്ള അല്ലെങ്കിൽ തിയേറ്ററും ഒക്കെ കഴിഞ്ഞിട്ട് 50%, അതായത് ആ മുടക്കം മുതൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇനി അതാത് മേഖലകളിലുള്ള അല്ലെങ്കിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെയുള്ള മേഖലകളിലേക്ക് സിനിമ പോകുമ്പോൾ അവിടെ വിജയിക്കണമെങ്കിൽ അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രൊഡ്യൂസർക്ക് ലഭിക്കണമെങ്കിൽ പ്രൊഡ്യൂസർക്ക് അതിൻ്റെ റൈറ്റ്സ് വിറ്റ് പോകുന്ന എമൗണ്ട് മാത്രമാണ്. അതായത് തെലുങ്കിലേക്ക് ഒരു 3.5 കോടി അല്ലെങ്കിൽ 4 കോടിക്ക് വിറ്റുപോയി എന്ന് വെക്കുക. അപ്പോൾ ആ എമൗണ്ട് മാത്രമാണ് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് കിട്ടുന്നത്. തമിഴിലാണെങ്കിൽ ഒരു 3 കോടിക്കാണെങ്കിൽ ആ 3 കോടിയെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ എടുത്തവർക്കാണ്. ഇനിയും സപ്പോസ് ചില എഗ്രിമെൻറ്റുകൾ ഉണ്ടാകാം, ഇത്ര കളക്ട് ചെയ്താലോ അല്ലെങ്കിൽ ഇത്ര % എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അല്ലാത്ത എഗ്രിമെൻറ്റുകളിൽ ഇങ്ങനെയാണ് സ്വാഭാവികമായി നടക്കുന്നത്. നമ്മൾ അതിലേക്ക് വരുന്നില്ല. നമുക്ക് അതാത് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഈ സിനിമയുടെ പ്രകടനം നോക്കാം. ഇപ്പോൾ തമിഴിൽ സിനിമ 10 കോടി കടന്നിരിക്കുകയാണ്. അതായത് 3 കോടിക്ക് അടുത്താണ് സിനിമയുടെ അവിടുത്തെ വിറ്റുപോയത്, റൈറ്റ്സ് വിറ്റുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സിനിമ തീർച്ചയായും അതൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു എന്ന് തന്നെ പറയാം. മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ഒരു വിജയവും അതേപോലെ തന്നെ 3 ഇരട്ടി കാശ്, അതായത് പ്രൊഡ്യൂസർക്ക് വലിയ രീതിയിലുള്ള ലാഭം, അതായത് മുടക്ക് മുതലിനേക്കാൾ ഡബിൾ ലാഭം കിട്ടിയിരിക്കുന്നു. തെലുങ്കിൽ നോക്കിയാലും 3.5 കോടിക്കോ 4 കോടിക്കോ എന്തുവാണ് സിനിമ വിറ്റുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 13.5 കോടി കടന്ന് ഈ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സിനെയും അതേപോലെ തന്നെ പ്രേമലുവിനെയൊക്കെ കടത്തി വെട്ടിയിട്ടാണ് സിനിമ പോയിരിക്കുന്നത്. അവിടെയും സിനിമ 2 ഇരട്ടിക്ക് മുകളിലുള്ള കളക്ഷൻ, 3 ഇരട്ടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടുകയും അതായത് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ അവിടെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നവർക്ക് ഇരട്ടി കളക്ഷൻ നേടുകയാണ്. ഹിന്ദിയിലും വളരെ കുറഞ്ഞ എമൗണ്ടിനാണ് റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത്. നമുക്കറിയാം ഹിന്ദിയിലൊക്കെ സിനിമ ഓടാൻ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല, പ്രത്യേകിച്ച് മലയാളം. അവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 2.5 കോടിക്ക് മുകളിലാണ്. അവിടെയും സിനിമ പ്രോഫിറ്റ് ആയിരിക്കുന്നു. ഇനി വിദേശ രാജ്യങ്ങളിൽ, അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുമ്പോൾ അവിടുത്തെ കണക്കുകൾ അങ്ങനെയാണ്. അവിടേക്ക് വിറ്റ് പോകുന്ന നമ്മൾ ഓവർസീസ് റൈറ്റ്സ് വിറ്റ് പോകുന്ന എമൗണ്ട് ഉണ്ട്. ബാക്കി ആ റൈറ്റ് വിറ്റുപോയ പൂർണ്ണമായിട്ടുള്ള എമൗണ്ട് പ്രൊഡ്യൂസർക്കുള്ളതാണ്. ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം അവിടെയും നമുക്ക് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ ബേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ സിനിമ നേടിയിരിക്കുന്നത് 110 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ ആ റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. 30 കോടി ബഡ്ജറ്റിൻ്റെ സിനിമ 110 കോടിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ അകത്ത് മുഴുവനായിട്ട് ഈ സിനിമ വലിയ വിജയമാണ്. കന്നഡയിലാണെങ്കിലും സിനിമ ചെറിയ എമൗണ്ടിന് പോയി വലിയ സക്സസ് ആയിരിക്കുന്നു, 10 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു. ഇനിയും വിദേശ രാജ്യങ്ങളിലെ അതേ റേഞ്ചിൽ തന്നെയാണ് എല്ലാ
എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ വിറ്റിരിക്കുന്നതിനേക്കാളും മികച്ച ഒരു റേറ്റിലാണ്. അതായത് വിദേശ രാജ്യങ്ങൾ ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ 97 കോടിക്ക് അടുത്തോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും സിനിമ വമ്പൻ വിജയമായിരിക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലഭിക്കുന്നത് ഈ റൈറ്റ്സ് വിറ്റുപോയ എമൗണ്ടുകൾ, OTT, അതുകൂടാതെ നമ്മളിവിടെ കേരളത്തിലുള്ള കളക്ഷൻ. ഇനിയിപ്പം തമിഴ്നാട്ടിലോ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ വേഫെയർ ഫിലിംസ് ദുൽഖറിൻ്റെ തന്നെ ആയതുകൊണ്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൂർണ്ണമായിട്ടും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും അതെല്ലാം കൂടെ അവർക്ക് കിട്ടും. പക്ഷേ രണ്ട് കമ്പനിയായിട്ട് തന്നെയായിരിക്കാം നിൽക്കാൻ പോകുന്നത്. അപ്പം പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു വലിയ സക്സസ് ആയിരിക്കുന്നു എല്ലാ മേഖലയിലും. കേരളത്തിലാണേലും പുറത്താണേലും എല്ലാം. സാധാരണഗതിയിൽ പല സിനിമകളും ഇപ്പോൾ ഒരു 30 കോടിക്ക് പിടിച്ച സിനിമ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ 60 കോടി എന്നുള്ള എമൗണ്ടാണ്. അവിടെയും പല ചോദ്യങ്ങൾ പലരും ചോദിക്കാം. പക്ഷേ ഒരു ബേസിക് ഐഡിയ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പോർഷൻ അങ്ങനെ ലോക എല്ലാ സ്ഥലങ്ങളിലും ഒരു വമ്പൻ സക്സസ് ആയി മാറിയിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. മീഡിയാസ്.